ഗുരുവിനെ മതാചാര്യനെന്ന് വിശേഷിപ്പിച്ചതിനെയാണ് അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ അതിന് മറുപടിയുമായി വി മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയും ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വി എസ് രഞ്ജിത്തുണ്ട് വിശകലനമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ച ചൂടുപിടിക്കുകയാണ്. ഒരു മതത്തിൻ്റെ ചുവടെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു പേരല്ല ശ്രീനാരായണ ഗുരു എന്നാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കണ്ടുകൊണ്ടുള്ള പ്രതികരണം വെള്ളാപ്പള്ളി നടത്തുന്നു. ഈ ചർച്ച വീണ്ടും ചൂടുപിടിക്കുമ്പോൾ അത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത? സ്മൃതി, ഈഴവ സമുദായത്തിനകത്ത് സ്വാധീനമുള്ള പാർട്ടിയാണ് CPM. സ്വാഭാവികമായിട്ടും CPMന് ഈഴവ സമുദായത്തിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ശ്രീനാരായണീയർക്കിടയിലുള്ള സ്വാധീനമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു മതേതരത്വത്തിന്റെയും അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് CPMന് ശ്രീനാരായണീയരുമായി ചേർന്ന് നിൽക്കാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും ഈഴവ വോട്ടിൽ തന്നെയാണ് കുറച്ചു കാലമായി BJPയും കണ്ണു നട്ടിരിക്കുന്നത്. BDJS NDAയിൽ വരുന്ന ഘട്ടമൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ ശ്രീനാരായണ ഗുരുവിനെ ഒരു സനാതന ധർമ്മത്തിന്റെയും ഹിന്ദു സന്യാസത്തിന്റെയും ഒക്കെ ഒരു ധാർമ്മികതയുടെയൊക്കെ ഭാഗമാക്കി മാറ്റാൻ BJPയും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരേ വേദിയിൽ ഇവർ രണ്ട് ആശയങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ഈ വേദിയിൽ PK കൃഷ്ണദാസ് പങ്കെടുത്തിരുന്നു. PK കൃഷ്ണദാസ് ഈ ഉദ്ഘാടന വേദിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വി മുരളീധരൻ പറയുന്നുണ്ട് സനാതന ധർമ്മത്തിലെ ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ടും ഈഴവ സമുദായമായിട്ടും ശ്രീനാരായണീയരുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തായി BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത അതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അതേസമയം തന്നെ പരമ്പരാഗതമായി SNDPയും ശ്രീനാരായണീയരും ഈഴവ സമുദായവും CPMന്റെ ഒരു വോട്ട് ബാങ്കാണ്. സ്വാഭാവികമായിട്ടും ആ വോട്ട് ബാങ്ക് അതൊരു ഹൈന്ദവമായിട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സാമുദായിക വോട്ടായി പരിണമിക്കുന്നതിനുള്ള ആശങ്കയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പങ്കുവെക്കുന്നത്. തീർച്ചയായും ഗുരുവിന്റെ ആശയങ്ങൾ എന്താണ്, അതിനെ ഏത് രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രധാനമാണ്.